ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ക്ലാസ് 7 മാത്സ് ചാപ്റ്റർ 13% ശതമാനം, പേജ് നമ്പർ 188 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്താണ് ചോദിച്ചത്? ലാസ്റ്റ് പേഴ്സൻറ്റേജ് രൂപത്തിൽ, അതായത് ശതമാന രൂപത്തിൽ ഫസ്റ്റത്തെ കോളത്തിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സ് നമ്മൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ ആക്കിയിട്ടില്ല, അതിൻ്റെ ഭിന്നരൂപമാക്കിയിട്ടാണ് എഴുതേണ്ടത്. എന്താണ് ഫ്രാക്ഷൻസ്? ഭിന്നരൂപമില്ലേ? P/Q A/B എന്നുള്ള ഫോമില്ലേ, ബൈ എച്ച് എഴുതുന്നതാണ് ഫ്രാക്ഷൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് എന്താണ് ഫ്രാക്ഷൻ ആയിട്ടല്ലേ ഉള്ളത് അല്ലേ? ഇതെന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ, അതായത് മിശ്ര ഭിന്നസംഖ്യകളാണല്ലേ. ആദ്യം നമ്മൾ എന്താണ്, ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ, അതിനെ നമ്മൾ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റണം അല്ലേ, മിശ്ര രൂപത്തെ ഫ്രാക്ഷനിലേക്കല്ലേ. ഇവിടെ ഒരു നമ്പറും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട് അല്ലേ, ഒരു നമ്പറുണ്ട്, ഒരു ഭിന്നരൂപം ഉണ്ട് അല്ലേ. മിക്സ്ഡ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നമാണ്. അതിനെ സാധാ ഭിന്നരൂപത്തിലേക്ക്, ഫ്രാക്ഷനിലേക്കാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. പിന്നെ ഈ പേഴ്സൻ്റ് ഒഴിവാക്കാൻ ബൈ 100 ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12 1/2% അല്ലേ. 12 1/2%നെയാണ് നമ്മൾ എന്താക്കേണ്ടത്? പേഴ്സൻറ്റേജ് ഫോമിനെ നമ്മൾ ഭിന്നരൂപമാക്കി മാറ്റണം അല്ലേ, ഫ്രാക്ഷൻ ആക്കിയതാണ്. ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും അല്ലെ, ഒരു നമ്പറും അല്ലെ, ഒരു സംഖ്യയും ഒരു ഭിന്നരൂപമാണുള്ളത്. അതായത് മിക്സഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണല്ലേ, മിശ്രഭിന്നമാണുള്ളത്. ഇതിന് നമുക്ക് സാധാ ഫ്രാക്ഷനിലേക്ക് ആദ്യം മാറ്റണം അല്ലേ, എന്നിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് മാറ്റണം അല്ലേ. പേഴ്സൻറ്റേജ് കാണാൻ ബൈ 100 എടുക്കണം അല്ലെ. മിശ്രഭിന്നത്തെ സാധാ ഭിന്നരൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് ആയിട്ട് ഗുണിക്കുക അല്ലേ. 12 × 2 + 1/2, അതായത് 12 × 2 + 1/2 എന്ന് വരും. ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലുള്ള ഒന്നായിട്ട് പ്ലസ് ചെയ്യുക, +1 അല്ലേ, all divided by 2. 12 × 2 എത്രയാണ്? 24 അല്ലേ. 24 അല്ലേ. 1 × 2 2, 2 × 2 4, +1/2 അല്ലേ. 24 + 1 എന്താണ്? 25/2. ഇതെന്താണ്? പേഴ്സൻറ്റേജ് ആണ് അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് കിട്ടിയില്ലേ. എപ്പോഴും പേഴ്സൻറ്റേജ് നമ്മൾ പോക്കിയിട്ടില്ല അല്ലേ. മിശ്രഭിന്നത്തെ നമ്മൾ സാധാ ഭിന്നരൂപമാക്കി മാറ്റി. ഇനി പേഴ്സൻറ്റേജ് പോക്കാൻ എന്താണ്? ബൈ 100 ആണ് ചെയ്യേണ്ടത് അല്ലേ. 25/2% ആണല്ലേ. അത് പേഴ്സൻറ്റേജ് ശതമാനം പോക്കാൻ എന്താണ്? നമ്മൾ all divided by 100 ആണ് ചെയ്യേണ്ടത്. ഇത് ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 1/100 ആണ്. ഓക്കെ, ഇൻറ്റു 1/100 അല്ലേ, all divided by 100 അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, നമുക്ക് ഇൻറ്റു 1/100 എന്ന് എഴുതാം. അതായത് all divided by 100 തന്നെയാണ് അല്ലേ, അടിയിലാണ് 100 ഉള്ളത്. നമ്മൾ ഇൻറ്റു 1/100 ചെയ്യുക അല്ലേ, ഫ്രാക്ഷൻ ആയിട്ട് വരുന്നതിൻ്റെ പേഴ്സൻറ്റേജ് ഒഴിവാക്കാൻ. നമ്മൾ ഇവിടെ നമ്പേഴ്സിൻ്റെ പേഴ്സൻറ്റേജ് ആയിരുന്നു കണ്ടിരുന്നത്, ഫ്രാക്ഷൻ്റെ കണ്ടില്ലല്ലോ. അപ്പോൾ ഫ്രാക്ഷൻ്റെതില്ലേ A/B P/Q എന്നുള്ള ഫോമിലുള്ളതിൻ്റെ പേഴ്സൻറ്റേജ് മാറ്റാൻ നമ്മൾ ഇൻറ്റു 1/100 ചെയ്യുക. മുകളിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 1 / 2 × 100. 25 × 1 ആണ് മുകളിലുള്ളത്, താഴെയുള്ളത് 2 × 100. ക്യാൻസൽ ചെയ്യണം അല്ലേ, വെട്ടി ചെറുതാക്കണം അല്ലേ. 25 ഉണ്ടെങ്കിൽ വെട്ടി ചെറുതാക്കി ഇതിനെ ഫ്രാക്ഷനിലേക്ക് അല്ലേ, ഭിന്നരൂപത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് വെട്ടാൻ കഴിയണം. അതിന് നമുക്ക് ഈ 25 മുകളിലുള്ള 25 ടേംസിൽ 100 എഴുതി കൂടെ. എത്ര? 25 കൂടുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത് അല്ലേ. 2 25 കൂട്ടിയാൽ 50 കിട്ടും അല്ലേ. 4 25 കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും അല്ലേ. അപ്പോൾ 4 × 25 എന്ന് എഴുതാം. എന്നാൽ നമുക്ക് 25 ഇവിടെ മുകളിൽ നിന്ന് താഴ്ന്ന് ക്യാൻസൽ ചെയ്യാം. ഒരു ഭിന്നരൂപത്തിലേക്ക്, ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് മുകളിൽ 25 × 1 തന്നെ, താഴെ 2 × 100നെ നമുക്ക് എന്താക്കിയതാം അല്ലേ. 25 × 4 അല്ലേ, 4 തവണ 25 എടുക്കുന്നതാണ് 100 അല്ലേ. അപ്പോൾ 25 × 4 എന്ന് എഴുതാം. 100 എന്ന് പറഞ്ഞാൽ 25 4 തവണ കൂട്ടുന്നതാണ്. 25 × 4 ആണ് 100. അപ്പോൾ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? ഇവിടെ നിന്ന് മുകളിൽ നിന്ന് 25ഉം താഴെ നിന്ന് 25 അല്ലേ. 25/25 1 ക്യാൻസൽ ചെയ്യാം. 1ൻ്റെ താഴെ എന്താണ്? 2 × 4 എത്രയാണ്? 8 അല്ലേ. അപ്പോൾ 1/8 എന്നുള്ള ഫ്രാക്ഷൻ ഭിന്നരൂപം നമുക്ക് കിട്ടി അല്ലേ. മിക്സഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ്റെ പേഴ്സൻറ്റേജ് കണ്ടു അല്ലേ. പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ആദ്യം ഒരു നോർമൽ, ഒരു സാധാ ഫ്രാക്ഷൻ ആക്കി മാറ്റി. എന്നിട്ട് പേഴ്സൻറ്റേജ് കാണാൻ എന്താണ്? ബൈ 100. അതായത് ഇതിലെ ഫ്രാക്ഷനോട് നമ്മൾ എന്താണ്? ഇൻറ്റു 1/100 ആണ് ചെയ്യേണ്ടത് അല്ലേ. ഫ്രാക്ഷൻ അല്ലേ, ഭിന്നരൂപമാകുമ്പോൾ നമ്മൾ ഇൻറ്റു 1/100 ആണ് അതിൻ്റെ ഫ്രാക്ഷനില്ല. അതിൻ്റെ പേഴ്സൻറ്റേജ് പോക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 1/100 ആണ്. all divided by 100 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/100 ആണ്. ക്യാൻസൽ ചെയ്ത് പോകാനല്ലേ, വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ 100നെ 25ൻ്റെ ടേംസിൽ 25 × 4 എന്ന് എഴുതി. അപ്പോൾ 25 ക്യാൻസൽ ചെയ്താൽ 1/8 എന്ന് കിട്ടി. ഇതൊരു മിശ്ര ഭിന്നരൂപമാണ്. മിശ്ര ഭിന്നരൂപത്തെ നമ്മൾ ആദ്യം ഒരു ഭിന്നരൂപത്തിലേക്ക് മാറ്റി, എന്നിട്ട് അതിൻ്റെ ശതമാനം കണ്ടു. ശതമാനം കാണാൻ ഇൻറ്റു 1/100 എന്ന് കാണുക. അപ്പോൾ നമുക്ക് 1/8 1/8 എന്ന് കിട്ടി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 6 1/4% അല്ലേ. 6 1/4 ശതമാനത്തെ നമ്മൾ എന്താക്കി മാറ്റണം? ഇതൊരു മിശ്ര ഭിന്നരൂപമാണ്. ആദ്യം നമ്മൾ അതിനെ ഭിന്നരൂപത്തിലേക്ക് മാറ്റുക അല്ലേ. സാധാ ഭിന്നരൂപം അല്ലേ, മിക്സഡ് ആണ് അല്ലേ, മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. ഒരു നമ്പറും ഒരു ഫ്രാക്ഷൻ, അതാണ് മിശ്ര ഭിന്നരൂപം, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ സാധാ ഫ്രാക്ഷനിലേക്ക്, ഭിന്നരൂപത്തിലേക്ക് മാറ്റുക അല്ലേ. താഴെയുള്ള ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 6 × 4 പ്ലസ് മുകളിലുള്ള 1 ആഡ് ചെയ്യുക. ഈക്വൽ ടു 6 × 4 + 1 all divided by 4 അല്ലേ. 6 × 4 + 1/4. 6 4 24 + 1 25 അല്ലേ. 25/4 അല്ലേ. 25/4
25/4 പെർസെൻറ്റേജാണ്. പെർസെൻറ്റേജിനെ നമ്മൾ മാറ്റിയിട്ടില്ല. ഈ മിക്സഡ് ഫ്രാക്ഷനെ ഒരു ഫ്രാക്ഷനാക്കി മാറ്റിയില്ലേ, മിശ്ര ഭിന്നത്തെ ഒരു ഭിന്നരൂപമാക്കി മാറ്റി. ഇനി ഈ പെർസെൻറ്റേജിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റണം, ഭിന്നരൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. പെർസെൻറ്റേജ് ശതമാനത്തെ പോക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓൾ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടതില്ലേ. ഈ ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 1/100 ആണ്. ഓക്കെ, 25/4 ഇൻറ്റു 1/100 അല്ലേ. ഈ പെർസെൻറ്റേജ് പോക്കാൻ ഇൻറ്റു 1/100, ഒരു ഫ്രാക്ഷനോട് ഒരു ഭിന്നരൂപത്തിൻ്റെ പെർസെൻറ്റേജ് പോക്കാനാണെങ്കിൽ ഇൻറ്റു 1/100 ചെയ്യുക അല്ലേ. ഇൻറ്റു 1/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ? 20 മുകളിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. 25 ഇൻറ്റു 1 ഓൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100. മുകളിലുള്ളത് നേരെ ഇൻറ്റു ചെയ്ത് 25 ഗുണിക്കണം 1/4 ഗുണിക്കണം 100. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് വെട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ഈ 100ന് 25ൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെ എഴുതാം? 25 100 എന്ന് പറഞ്ഞാൽ 25 25 50, വീണ്ടും 25 25 എടുക്കുമ്പോഴാണ് വേറൊരു 50 കൂടി കൂടുമ്പോൾ 100 ആയി. അപ്പോൾ 4 25 കൂട്ടുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് 4 × 25 എന്ന് എഴുതാം 100നെ അല്ലേ. 25 ഇൻറ്റു 1 മുകളിലുള്ളത്, താഴെ 4 ഇൻറ്റു 100നെ നമുക്ക് എന്ത് ചെയ്താം? 25 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് 25 25 ക്യാൻസൽ ചെയ്യാം അല്ലേ, വെട്ടിപ്പോകും. ദെൻ മുകളിൽ 1, താഴെ 4 ഇൻറ്റു 4 4 4 16 1/16 എന്നുള്ള ഭിന്നരൂപം ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 33 1/3%. 33 1/3%. അപ്പോൾ ഇതെന്താണ്? മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ സാധാ ഫ്രാക്ഷനാക്കി മാറ്റണം അല്ലേ. ഇത് മിക്സ് ആയിട്ടുള്ള ഫ്രാക്ഷൻ, ഒരു നമ്പർ ഒരു ഫ്രാക്ഷൻ, അപ്പോൾ ഒരു സാധാ ഒരു ഫ്രാക്ഷനാക്കി മാറ്റുക അല്ലേ. മിശ്ര ഭിന്നത്തെ ഒരു ഭിന്നരൂപത്തിലേക്ക് മാറ്റുക. ഇതെന്ന് പറഞ്ഞാൽ 33 × 3 അല്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ മുകളിലുള്ള 1 ആഡ് ചെയ്യുക, ഓൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ. ക്രോസ് 33 × 3 പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 3. 3 × 3 9, 3 × 3 9, അപ്പോൾ 99 അല്ലേ. 33 × 3 എത്ര? 99 പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 3. 99 പ്ലസ് 1 എന്താണ്? 100 അല്ലേ. 100/3 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനാക്കി മാറ്റി. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാണണം അല്ലേ. പെർസെൻറ്റേജ് കണ്ടിട്ടില്ല. അപ്പോൾ 100/3ൻ്റെ പെർസെൻറ്റേജ് കാണണം അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഓൾ ഡിവൈഡഡ് ബൈ 100, അതായത് 100/3 ഇൻറ്റു 1/100 അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/100 ആണ്, ഇൻറ്റു 1/100. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിൽ എന്താണ്? 100 ഇൻറ്റു 1, താഴെ എന്താണ്? 3 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ 100 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണുള്ളത്? അപ്പം മുകളിൽ 1ഉം താഴെ 3, അപ്പോൾ 1/3 എന്ന് കിട്ടി അല്ലേ. 1/3 എന്ന് കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ 66 ഇൻറ്റു 2/3%. 66 2/3%. നമുക്ക് പെർസെൻറ്റ് കാണുന്നതിന് മുന്നേ ഈ മിക്സഡ് ഫ്രാക്ഷൻ്റെ മിശ്ര ഭിന്നത്തെ ഭിന്നരൂപത്തിലേക്ക് മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യലല്ലേ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 66 ഇൻറ്റു 3 അല്ലേ, ക്രോസ് ആയിട്ട് ഗുണിക്കുക, പ്ലസ് മുകളിലുള്ളത് പ്ലസ് ചെയ്യുക, +2 ഓൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ, താഴെയുള്ള 3 ഓൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതുക. 66 ഇൻറ്റു 3 ക്രോസ് ആയിട്ട് ഗുണിക്കുക, പ്ലസ് മുകളിലുള്ള 2 ആഡ് ചെയ്യുക ബൈ 3. അപ്പോൾ 66 ഇൻറ്റു 3, 66നെ 3 കൊണ്ട് ഗുണിക്കുക. 6 ഇൻറ്റു 3 6 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 198 എന്ന് കിട്ടും. 198 പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ. ഇത് ഗുണിച്ച് നോക്കുക. 66നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 198 എന്ന് കിട്ടും, പ്ലസ് 2/3. അപ്പോൾ 198 പ്ലസ് 2 എത്രയാണ്? 200 ആണ്. ഇപ്പോൾ 200/3% എന്ന് കിട്ടും അല്ലേ. പെർസെൻറ്റേജ് നമ്മളിവിടെ പെർസെൻറ്റേജ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത സ്റ്റെപ്പാണ് ഇത്. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200/3 അല്ലെങ്കിൽ 200/3 എന്ന് കിട്ടും. ഇനി എന്താണ് അതിൻ്റെ പെർസെൻറ്റേജ് കാണണല്ലേ, ശതമാനം കാണണം. ശതമാനം കാണാൻ ഓൾ ഡിവൈഡഡ് ബൈ 100 ആണ്, അതായത് 200/3 ഓൾ ഡിവൈഡ് ബൈ 100 ആണ്, ഇൻറ്റു 1/100 ആണ് കാണേണ്ടത് അല്ലേ. ഒരു ഫ്രാക്ഷൻ ഒരു ഭിന്നരൂപത്തിൻ്റെ പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 1/100 ചെയ്യുക. 200 ഇൻറ്റു 1 ഓൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ എത്ര 0? മുകളിൽ 2 0, താഴെ 2 0 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വെട്ടിപ്പോകാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? മുകളിൽ 2 × 1 എന്താണ്? 2 ആണ്, താഴെ 3. അപ്പോൾ 2/3 എന്ന് നമുക്ക് ഇതിൻ്റെ ഭിന്നരൂപം അല്ലെ ഫ്രാക്ഷൻ കിട്ടി. ഈ മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷൻ കിട്ടി അല്ലെ. പെർസെൻറ്റേജ്, ഈ പെർസെൻറ്റേജ് ഫോമിനെ ശതമാനത്തെയാണ് നമ്മൾ ഫ്രാക്ഷൻ ഭിന്നരൂപത്തിലേക്ക് മാറ്റേണ്ടത്. 16 2/3% അല്ലെ. 16 2/3%നെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റണം അല്ലെ, ഭിന്നരൂപത്തിലേക്ക് മാറ്റണം. ആദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ, മിശ്ര ഭിന്നത്തെ സാധാ ഭിന്നരൂപത്തിലേക്ക് അല്ലേ, സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജിനെ പോക്കണം. മിക്സഡ് രൂപത്തിന് നമ്മൾ എങ്ങനെ ചെയ്യലില്ലേ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, +2/3 അല്ലേ. 16 × 3 പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ. ക്രോസ് ആയിട്ട് ഗുണിക്കുക അല്ലേ. 16 × 3 +2 അല്ലേ, മുകളിലുള്ള +2/3. 16 × 3 എത്രയാണ്? 16 × 3 അല്ലേ. 1 6 2 6 12 3 6 18 8 ബാലൻസ് 1 ശിഷ്ടം 1 അല്ലേ. 1 × 3 എത്രയാണ്? 3 + 1 4 48 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 48 + 2/3 അല്ലേ. ഈ 16 × 3നെ നമ്മൾ ചെയ്തപ്പോൾ 48 എന്ന് കിട്ടി, +2/3. അപ്പോൾ 48 + 2 എന്താണ്? 48 49 50 അല്ലേ. 50/3% അല്ലേ. പെർസെൻറ്റേജ് നമ്മൾ കണ്ടിട്ടില്ല. ഈ മിശ്ര ഭിന്നത്തെ ഒന്ന് ഭിന്നരൂപത്തിലേക്ക് മാറ്റിയില്ല, 50/3. ഇനി പെർസെൻറ്റേജ് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 50/3 50/3 ഇൻറ്റു 1/100 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 × 1/3 × 100
മുകളിലുള്ളത് നേരെ ഗുണിച്ചെഴുതുക അല്ലേ 50 × 1 / 3 × 100. 100 എന്ന് പറഞ്ഞാൽ എന്താ 2 തവണ 50 കൂട്ടുന്നതല്ലേ. അപ്പോൾ 100നെ 2 × 50 അല്ലേ 2 × 50 എന്ന് എഴുതി നമുക്ക് 50-50 ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ. ഇത് ഫ്രാക്ഷൻ ആക്കി മാറ്റണമല്ലേ, പിന്നെ രൂപത്തിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടി ചെറുതാക്കിയിട്ട് നമ്മൾ ആക്കണം. വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ 50 × 1 തന്നെയാണ്, താഴെയുള്ള 100നെ 50 × 2 എന്ന് എഴുതാം അല്ലേ. 250 അല്ലേ 100 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുകളിലുള്ള താഴെ 50നെ വെട്ടിക്കളയാം. അപ്പോൾ എന്താണ് ബാക്കി ഉണ്ടാവുക അല്ലേ. മുകളിൽ 1 ഉണ്ട്, താഴെ 3 × 2 അല്ലേ 3 × 2 6 അല്ലേ 1/6 3 2 6 അല്ലേ 1/6 അല്ലേ 1/6 എന്ന് ഇതിൻ്റെ ഭിന്നരൂപം ഫ്രാക്ഷൻ നമുക്ക് കിട്ടി അല്ലേ. മിക്സഡ് ഫ്രാക്ഷനെ ആദ്യം ഫ്രാക്ഷനാക്കി മാറ്റി പിന്നെ പെർസെൻറ്റേജ് കാണാനല്ലേ, ശതമാനം കാണാൻ ഇൻറ്റു 1/100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻ എന്താണ് 83 × 1/3%. 83 1/3%. ഈ ശതമാനത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഭിന്നരൂപമാക്കി മാറ്റണം അല്ലേ. അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, ആദ്യം നമ്മൾ അതിനെ ഫ്രാക്ഷനാക്കി മാറ്റുക അല്ലേ. മിശ്ര ഭിന്നത്തെ ഭിന്നരൂപമാക്കി മാറ്റിയിട്ട് പെർസെൻറ്റേജ് കാണുക. 83 × 3 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക +1 ഓൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ. നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 83 × 3 അല്ലേ. 83 ഗുണിക്കണം 3 + 1 അല്ലേ കൂട്ടണം 3/3 അല്ലേ ഓൾ ഡിവൈഡഡ് ബൈ 3. 83 × 3 3 എത്രയാണ് 9, 8 3 എത്രയാണ് 1 8 2 8 16 3 8 24. അപ്പോൾ 249 എന്ന് കിട്ടി. 249 + 1 എന്ന് പറഞ്ഞാൽ 250. 249 + 1/3 അല്ലേ. നമുക്ക് 83 × 3 ചെയ്തപ്പോൾ 249 കിട്ടി +1 അല്ലേ. 83 × 3 ചെയ്തപ്പോൾ 249 പ്ലസ് മുകളിലുള്ള 1 ഓൾ ഡിവൈഡ് ബൈ 3. 249 + 1 എന്താണ് 250/3 അല്ലേ. അപ്പോൾ ഇതെന്താണ് പെർസെൻറ്റേജ് ആണല്ലേ. ഈ പെർസെൻറ്റേജ് പോക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് 250/3നെ 1/100 കൊണ്ട് അല്ലേ ഗുണിക്കുക. 250 × 1 മുകളിലെ താഴെ 3 × 100 എന്നും കിട്ടി. ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഗുണിച്ചിട്ട് എഴുതുക 250 × 1 3 × 100. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു 0, ഇവിടെ ഉണ്ട് ഒരു 0 അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട് 25 × 1/3 × 10 ഉണ്ട് അല്ലേ. ഇതിൽ ബാക്കിയുള്ളത് ഇവിടുന്ന് 3 താഴ്ന്ന ഓരോ 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് 25 10 ഒക്കെ എന്താണ് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ് അല്ലേ. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുമ്പോൾ ഗുണനങ്ങളാക്കി 25 എന്നാൽ 5 5 25 അല്ലേ 5 5 are 25. അപ്പോൾ 5 × 5 എന്ന് എഴുതാം ബൈ 3 × 10 എന്താണ് 2 5 ആണ് 10 അല്ലേ 2 × 5 ആണ് 10. അപ്പോൾ നമുക്ക് അതിനെ 2 × 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് 5 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും ബാക്കി മുകളിൽ 5 ഉണ്ട്, താഴെ എന്തുണ്ട് 3 × 2 എന്താണ് 6. അപ്പോൾ 5/6 j/6 എന്നുള്ള ഭിന്നരൂപം നമുക്ക് കിട്ടി അല്ലേ. ഈ 1 ഇവിടെ പോയി 25 × 1 എന്താണ് 25 തന്നെയാണല്ലേ. ×1/1 എന്നുള്ളതൊക്കെ എന്താണ് ആ സംഖ്യ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താണ് പെർസെൻറ്റേജ് ശതമാനത്തിനെ നമ്മൾ ഭിന്നരൂപം ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് മാറ്റുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് തന്നത് അല്ലേ. ആ മിക്സഡ് ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്, ആദ്യം ആ ഫ്രാക്ഷനെ നമ്മളൊരു സാധാ ഫ്രാക്ഷൻ ആക്കി മാറ്റുക അല്ലെ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക +1/3 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലുള്ള സംഖ്യയോട് കൂട്ടിയിട്ട് താഴെ ഓൾ ഡിവൈഡ് ബൈ 3. എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ × 1/100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടി അല്ലേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു മിശ്ര ഭിന്നരൂപമാണ് അല്ലേ. മിശ്ര ഭിന്നരൂപത്തെ നമ്മൾ ആദ്യം ഒരു ഭിന്നരൂപമാക്കി മാറ്റി അല്ലേ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗുണിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ എന്ത് കാണണം, ആ പെർസെൻറ്റേജ് ഒഴിവാക്കാൻ ശതമാനം ഒഴിവാക്കാൻ × 100 × 1/100 കാണുക. അപ്പോൾ നമുക്കൊരു എന്ത് കിട്ടി, ഭിന്നരൂപം കിട്ടി. പേജ് നമ്പർ 188 188ലുള്ള ഈ ബോക്സാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തതില്ലേ. ഓരോ ശതമാന രൂപത്തിൻ്റെയും ഭിന്നസംഖ്യാ രൂപം അതിൻ്റെ ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ആൻസർ ഞാനൊന്നിവിടെ കാണിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അല്ലേ. മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അത് ഈ ശതമാന രൂപത്തെ അതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനെ ആദ്യം നമ്മൾ ഒരു ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനാക്കി മാറ്റിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ × 1/100 കാണുക. അപ്പോൾ നമുക്കതൊരു ഫ്രാക്ഷനിലേക്ക് കിട്ടും അല്ലേ. മലയാളത്തിലാണെങ്കിൽ ഇതെന്താണ് മിശ്ര ഭിന്നരൂപമാണ്. അതിൻ്റെ ഭിന്നരൂപം കാണാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഭിന്നരൂപം കണ്ടിട്ട് വേണം നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ × 1/100 കാണുക. അപ്പോൾ നമുക്കൊരു ഭിന്നസംഖ്യാ രൂപം കിട്ടും അല്ലേ. P/Q A/B ഫോമിലുള്ള ഭിന്നസംഖ്യാ രൂപം. ഇതെന്താണ് മിക്സഡ് ഫ്രാക്ഷൻ, മിക്സഡ് ഭിന്നരൂപമാണ് അല്ലേ. മിശ്രഭിന്നമാണ്. ഒരു നമ്പറുണ്ട് ഒരു ഭിന്നരൂപമുണ്ട്. അപ്പോൾ അത് മിക്സ് ആയിട്ടുള്ളത് മാറ്റിയിട്ട് സാധാ ഭിന്നരൂപം സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമല്ലേ, മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്.